നോമ്പുകാലം നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധവും ഗൗരവമേറിയതുമായ ഒരു കാലഘട്ടമാണ്. ഇത് ഒരു ആചാരമല്ല, ഒരു നിയമമല്ല, മറിച്ച് ആത്മാവിന്റെ ഉണർവിനായുള്ള ഒരു വിശുദ്ധ യാത്രയാണ്. ക്രൂശിന്റെ വഴിയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്തിലേക്കുള്ള യാത്ര. നാം പലപ്പോഴും നോമ്പിനെ ഭക്ഷണ നിയന്ത്രണമായി മാത്രം കാണാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് നോമ്പിന്റെ യഥാർത്ഥ അർത്ഥം അതിലേറെ ആഴമുള്ളതാണ് എന്നാണ്. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ഞാൻ തിരഞ്ഞെടുക്കുന്ന നോമ്പ് ഇതല്ലയോ, അനീതിയുടെ ബന്ധനങ്ങൾ അഴിച്ചുവിടുക, പീഡിതരെ വിടുതൽ ചെയ്യുക, വിശപ്പുള്ളവനോട് അപ്പം പങ്കിടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 6-7 വാക്യങ്ങൾ. ഇവിടെ ദൈവം നമ്മോട് വ്യക്തമാക്കുന്നത് നോമ്പ് വെറും ഭക്ഷണം ഒഴിവാക്കലല്ല, മറിച്ച് അനീതിയെ വിട്ടുമാറി നീതിയിലേക്ക് തിരിയുക, ദരിദ്രനോട് കരുണ കാണിക്കുക, സ്നേഹവും ദാനവും ജീവിതത്തിലാക്കുക എന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പൊതു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ 40 ദിവസം നോമ്പ് നോക്കി എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായം 2 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയം പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവവചനത്തിൽ ഉറച്ചുനിന്നു. ഓരോ പരീക്ഷണത്തിനും മറുപടി നൽകിയത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന വചനത്തിലൂടെയാണ്. ഇതിലൂടെ നമുക്ക് പഠിക്കാനാകുന്നത് നോമ്പ് നമ്മെ ദൈവവചനത്തോട് ചേർക്കുന്ന സമയമാണ് എന്നതാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ശുദ്ധ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിര ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. നോമ്പുകാലം ഈ പ്രാർത്ഥനയുടെ കാലമാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അസൂയ, കോപം, ദേഷ്യം എന്നിവ വിട്ടുമാറി ശുദ്ധ ഹൃദയത്തിലേക്കുള്ള ഒരു വിളിയാണ് നോമ്പ്. ശരീരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള അവസരമാണിത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കും. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1 വാക്യത്തിൽ. നോമ്പ് ഈ യാഗത്തിന്റെ ഭാഗമാണ്. നാം സ്വമേധയാ ചില സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിനയത്തിന്റെ അടയാളമാകുന്നു. നോമ്പുകാലം ആത്മപരിശോധനയുടെ സമയവുമാണ്. നാം നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ക്ഷമിക്കേണ്ടവരെ ഞാൻ ക്ഷമിച്ചു. ദൈവത്തോടുള്ള എന്റെ ബന്ധം എത്രത്തോളം സത്യസന്ധമാണ്? കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായം 14 അധ്യായം, നിങ്ങൾ മനുഷ്യരുടെ അപരാധങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളെ ക്ഷമിക്കും. അതിനാൽ നോമ്പ് ക്ഷമയുടെ കാലമാണ്. മനസ്സിലെ കഠിനത വിട്ട് സ്നേഹത്തിലേക്കുള്ള യാത്രയാണ്. നോമ്പുകാലത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്നു, ഈ ഭഗഭൂതം പ്രാർത്ഥനയാലും നോമ്പിനാലും അല്ലാതെ പുറപ്പെടുകയില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9 അധ്യായം 29 വാക്യം. അതായത് ആത്മീയ പോരാട്ടങ്ങളിൽ വിജയം നേടാൻ പ്രാർത്ഥനയും നോമ്പും അനിവാര്യമാണ്. ഇത് ദൈവകൃപയെ കൂടുതൽ അനുഭവിക്കാനുള്ള മാർഗമാണ്. കൂടാതെ നോമ്പ് നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്നു. ക്രൂശ് വിനയത്തിന്റെ പ്രതീകമാണ്. യേശുക്രിസ്തു സ്വയം താഴ്ത്തി മരണത്തേക്കും ക്രൂശിലെ മരണത്തേക്കും അനുസരണയുള്ളവനായി പോയി. അതുപോലെ നാം വിനയത്തോടെ ജീവിക്കാൻ പഠിക്കണം. കൂടുതൽ പ്രാർത്ഥിച്ചും പരിഹാരം അനുഷ്ഠിച്ചും ഉപവസിച്ചും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും വിശ്വാസികളെ സഭ പ്രത്യേകമാം വിധം ക്ഷണിക്കുകയാണ് ഈ നോമ്പുകാലത്ത്. പറുദീസായിൽ വെച്ച് നഷ്ടമായ ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച തന്റെ സ്നേഹമായ പുത്രൻ കടന്നുപോയ സഹന വഴികളിലൂടെ ക്രൈസ്തവ സമൂഹം ധ്യാനപൂർവ്വം നീങ്ങുന്ന ഈ പുണ്യകാലത്തിൽ നമ്മുടെ നോമ്പാചരണം എങ്ങനെയുള്ളതാകണം എന്ന് സ്വർഗം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വസ്ത്രമല്ല, ഹൃദയം കീറിയാണ് നമ്മുടെ ഉപവാസം അർത്ഥപൂർണമാക്കേണ്ടത്. കേവലം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുക എന്നതിനപ്പുറം കരുണയുടെ പ്രവർത്തികൾ കൊണ്ട് ഈ നോമ്പുകാലം സമ്പന്നമാക്കാം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ബലഹീനതകളും പോരായ്മകളും നിറഞ്ഞ മനുഷ്യപ്രകൃതി ക്ഷമയും കരുണയും സഹിഷ്ണുതയും അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ നാം ചെയ്യുന്നത് ഔദാര്യമല്ല, പിന്നെയോ നീതിയാണ്. അനുനിമിഷം നാം സ്വീകരിക്കുന്ന ദൈവകരുണ ആർക്ക് അളക്കാനാവും? സഹോദരന്റെ കണ്ണിലെ നനവ് എന്റെ ഹൃദയത്തിലെ നനവായി മാറണം. അത് നമ്മുടെ ആത്മാവിൽ ഉറവെടുക്കുന്ന അരുവിയായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 37 വാക്യത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി നമ്മുടെ സമൂഹങ്ങളിൽ കൂടുതൽ പ്രകാശമുള്ള വ്യക്തികളായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ത്യാഗം ഏറ്റെടുക്കുവാൻ നമുക്കാകണം. ചാക്കുടുത്തും ചാരം പൂശിയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിച്ചും ബാഹ്യമായ പ്രകടനങ്ങൾ നടത്താൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ കൂട്ടിച്ചേർക്കാൻ
ആത്മാർത്ഥമായി അപരന് മാപ്പ് കൊടുക്കാൻ നമുക്കത്ര എളുപ്പമല്ല. സകലതിനും എളുപ്പവഴികൾ കണ്ടെത്താൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ മഹത്വത്തിലേക്കുള്ള വഴി കഷ്ടപ്പാടുകളുടെയും സഹനതയുടെയുമാണ്. വിത്തുകൾ നിലത്ത് വീണ് അഴിഞ്ഞ് അർത്ഥം കണ്ടെത്തുന്നത് പോലെ പീഡാനുഭവങ്ങളിലൂടെ പരുവപ്പെടുവാനും മഹത്വത്തിന്റെ കിരീടം സ്വന്തമാക്കുവാനും സാധിക്കണം. സഹജീവികളുടെ ദൗർബല്യങ്ങളെയും മുറിവുകളെയും കുറ്റപ്പെടാത്ത കാരുണ്യത്തിന്റെ ഔഷധവുമായ അവയെ സുഖപ്പെടുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്ന യേശുവിന്റെ അല്ലെങ്കിൽ സഭയുടെ മുഖപ്രസാദം നമ്മിൽ തെളിയുമ്പോൾ നമ്മുടെ നോമ്പാചരണം അർത്ഥവത്വമാകും.